അല്ല, നിങ്ങൾ തന്നെ പറ, ഇങ്ങനെയുള്ള മാപ്രകളെ എന്ത് ചെയ്യണം? എങ്ങനെയുള്ള മാപ്രകൾ എന്നല്ലേ ഇതാ കാണിച്ചു തരാം. അല്പം കണ്ടിട്ട് നിങ്ങൾ കാണാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ഒന്ന് രണ്ട് ലളിതമായ കാര്യങ്ങൾ പറഞ്ഞ് ഹ്രസ്വമായ ഈ വീഡിയോ ഞാൻ ഉപസംഹരിച്ചുകൊള്ളാം. മാപ്രയുടെ ഏറ്റവും സ്വാഭാവികമായ പ്രകടനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യുവതലമുറയെ നേരിട്ട് അഡ്രസ് ചെയ്തിട്ട് മോദി പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊപ്പമാണ്, നിങ്ങളുടെ വിഷയം എനിക്ക് മനസ്സിലാകും, നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഞാൻ പരിഹാരം ഉണ്ടാക്കുന്നു. ഇതിനോടകം ഇതിൽ നേരിട്ട് പങ്കെടുത്തവർ ജയിലിലായിരിക്കുന്നു. അവർ രക്ഷപ്പെടാതിരിക്കാൻ പുതിയ നിയമം കൊണ്ടുവരുന്നു. ആ നിയമം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമുണ്ടാവും. തിങ്കളാഴ്ച അത് പാർലമെന്റിൽ അവതരിപ്പിക്കും. അതിൽ കടുത്ത ശിക്ഷയായിരിക്കും കുറ്റവാളികൾക്ക് കൊടുക്കുന്നത്. കുറ്റം ചെയ്തവർ മാത്രമല്ല, ഇനി കുറ്റം ചെയ്യാൻ സാധ്യതയുള്ളവരെയും വെറുതെ വിടില്ല. ഇതാണ് മൻമോഹൻ സിംഗിന് ഇല്ലാതെ പോയ വിവേകം. 2011 മുതൽ 14 വരെ സമാനമായ ഒരു വിപ്ലവം ഡൽഹി കോൺഗ്രസ് സർക്കാരിനെതിരെ ഉണ്ടായപ്പോൾ നിശബ്ദത പാലിക്കായിരുന്നു മൻമോഹൻ സിംഗും കോൺഗ്രസ് സർക്കാരും. അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ആ വിപ്ലവം കൊടുങ്കാറ്റായി മാറി UPA ഭരണം ഇല്ലാതായി പോയി. എന്നാൽ ഇവിടെ മോദി ഏത് ആയുധം ഉപയോഗിച്ചാണോ പാറ്റകൾ യുദ്ധം ചെയ്യുന്നത്, അതേ ആയുധം ഉപയോഗിച്ച് മറുക്രിയ ചെയ്തു. മോദിയുടെ ആ വീഡിയോ ലോക ചരിത്രത്തിൽ ഇടം നേടി. ഇന്നേ വരെയുള്ള ഇൻസ്റ്റൈഡ് ചരിത്രത്തിൽ ഏറ്റവും അധികം ആളുകൾ 24 മണിക്കൂറിനുള്ളിൽ കണ്ട വീഡിയോ എന്ന റെക്കോർഡിട്ടു. 302 മില്യൺ, അതായത് 30 കോടിയിലധികം ആളുകളാണ് ആ വീഡിയോ 24 മണിക്കൂറിനകം ഇൻസ്റ്റയിൽ കണ്ടത്. ഇൻസ്റ്റാ വീഡിയോയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ആളുകൾ കണ്ടത് ആ വീഡിയോയാണ്. മാത്രമല്ല, മോദിയുടെ ഇൻസ്റ്റാ ഫോളോവേഴ്സ് ഒരു രാത്രി കൊണ്ട് 1 മില്യൺ, അതായത് 10 ലക്ഷം കൂടി. സകലരെയും ഞെട്ടിച്ചുകൊണ്ട് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടായിരുന്നു വ്യാഴാഴ്ച രാത്രി 11:52 മോദി സെൽഫി വീഡിയോ ലൈവുമായി രംഗത്ത് വന്നത്. ആ വീഡിയോയുടെ അവതരണ രീതി പോലും തികച്ചും വ്യത്യസ്തമായിരുന്നു. സുന്ദരനായ മോദി ആ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട ക്യാമറ ആംഗിൾ ശ്രദ്ധിക്കുക. യാതൊരു സൗന്ദര്യവും ആ മോദിക്ക് ഉണ്ടായിരുന്നില്ല. പാറ്റയുടെ രൂപസാദൃശ്യത്തോടെയാണ് മോദി പ്രത്യക്ഷപ്പെടുന്നത്. അതുപോലെ ഒരു ബോധപൂർവമായ സൃഷ്ടിയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ മാധ്യമ ഗുരുവായ ഷാജൻ സ്കറിയ പറയുന്നത്, നമ്മുടെ മോദി ഒരു പാറ്റയുടെ മുഖം കൊണ്ടാണ് ഈ ഇൻസ്റ്റഗ്രാം വീഡിയോ ചെയ്തത്. സന്ദർഭത്തിന് യോജിക്കത്തക്ക വിധത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി, ആരാധ്യനായ പ്രധാനമന്ത്രി സ്വന്തം മുഖം പാറ്റയെ പോലെ ആക്കി. അത് ഒരു വലിയ നേട്ടമാണ്. അത് രാജ്യം മുഴുവനും കൈയടിച്ച് സ്വീകരിച്ചു. അങ്ങനെ ചെയ്ത ഇൻസ്റ്റാഗ്രാം വീഡിയോ 30 കോടിയിൽ പരം ആളുകൾ കണ്ടു. അതവരെ വളരെ സ്വാധീനിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ പറയുന്നത് എന്താണെന്നോ, പറയുന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണെന്നോ, മോദിയെ സ്തുതിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നതെന്നോ യാതൊരു ബോധവുമില്ലാത്ത ഇങ്ങനെയുള്ള പ്രജ്ഞാനന്മാരാണ് വാസ്തവത്തിൽ നമ്മുടെ നാടിനെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ മനുഷ്യത്വത്തെ നശിപ്പിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള പെരുഞ്ചാഴികൾ ഇങ്ങനെയുള്ളവരാണ്. ഇങ്ങനെയുള്ളവർ ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ യുവതീ യുവാക്കന്മാർ അവരുടെ മീറ്റിംഗ് അല്ലെങ്കിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കയറി ചെന്നപ്പോൾ അവർക്ക് കിട്ടിയ അനുഭവം എന്താണെന്ന് നമുക്കറിയാം. മുഖ്യധാരാ മാധ്യമങ്ങളിലെ ആളുകൾ പോലും അവിടെ കണ്ണ് തുറപ്പിക്കപ്പെടുവാൻ ഉതകുന്ന അനുഭവങ്ങളാണ് അവിടെ നിന്ന് പ്രാപിച്ചത്. അത് സംബന്ധമായിട്ടുള്ള പല ഡിസ്കഷൻസും നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമത്തിൽ കാണാവുന്നതാണ്. പക്ഷേ കേരളത്തിൽ നിൽക്കുന്ന ഈ കൊജ്ഞാണന് എന്തുകൊണ്ടോ ബോധം ഉദിക്കുന്നില്ല. അപ്പൊ മോദി പാറ്റയായി, അത് കണ്ട് വലിയ നേട്ടമാണെന്ന് അദ്ദേഹം പറയുന്നു. ഇതിന്റെ വാസ്തവം എന്താണ്? ഈ ഒരു യുവജന പ്രസ്ഥാനം നാടിനെ പിടിച്ചു കുലുക്കത്തക്കവണ്ണം വളരുവാൻ കാരണം അവർ പാറ്റകളാണ്, അല്ലെങ്കിൽ പാറ്റകളെ പോലെ ആണ് എന്ന നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതിയുടെ പരമോന്നത ന്യായാധിപൻ അധിക്ഷേപിച്ചപ്പോൾ ഞങ്ങൾ അല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഉണ്ടായ പ്രസ്ഥാനമാണ് കോക്രോച്ച് ജനതാ പാർട്ടി. അല്ലാതെ അതിൽ ചേർന്ന ആളുകൾ ഞങ്ങൾ പാറ്റകളാണ് എന്നല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിൽ സറ്റാർ എന്ന് പറയും, വ്യംഗ്യമായ ആശയ അവതരണം.
നിങ്ങൾ ഞങ്ങളെ പാറ്റകളാക്കുമ്പോൾ ഞങ്ങൾ പാറ്റകളല്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന തൻ്റെ ഇടമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആവിർഭാവത്തിന്റെ ഉറവിടം, ആവിർഭാവത്തിന്റെ മർമ്മം എന്ന് ഈ മാപ്രായിക്ക് മനസ്സിലാകില്ല. മോദിസ്തുതി മാത്രം പാടി തഴമ്പിച്ച നാവിൽ എന്ത് യാഥാർത്ഥ്യം തുറച്ചു നോക്കിയാലും അതിനെ മുഴുവനും നാക്കുകൊണ്ട് നക്കി വളച്ചൊടുക്കി വേറെ വിധത്തിലാക്കുന്ന ആത്മാഭിമാനമില്ലാത്ത ഇങ്ങനെയുള്ള കുറെ മാപ്ര ജന്തുക്കൾ നമ്മുടെ ഉണ്ടായത് ഈ രാജ്യത്തിന്റെ ശാപമാണ്. ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു. പിന്നെ അദ്ദേഹം പറയുന്നത് അപ്പോൾ അടുത്തായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, പാറ്റകളോട് സമ്പാദിക്കാനായിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പാറ്റയുടെ മുഖം കൊണ്ട് വന്നു എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ മോദിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്, ഏറ്റവും വലിയ അപമാനമാണ് എന്ന് തിരിച്ചറിയാൻ ഈ കൊജ്ഞാനന് എന്താണ് ബോധമില്ലാത്തത് എന്ന് നാം ചിന്തിക്കണം. അതിന്റെ അർത്ഥം എന്താണ്? പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അർത്ഥം ഇത് മാത്രമാണ്: ഏത് സാഹചര്യവും അനുസരിച്ച് സ്വന്തം രൂപം മാറ്റാനും അഭിനയിക്കാനും പ്രധാനമന്ത്രിക്ക് ഒരു മടിയുമില്ല. അതാണ് അദ്ദേഹത്തിന്റെ മുഖ്യമായ കഴിവെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന സന്ദർഭത്തിൽ പാറ്റയായാൽ അവിടുന്ന് തടി തപ്പാകുമ്പോൾ ഇതാ ഞാൻ പാറ്റ ആയിരിക്കുന്നു. അടുത്ത സന്ദർഭത്തിൽ ഓന്താകണമെങ്കിൽ ഞാനിതാ ഓന്താകാൻ തയ്യാറാണ്. വേറൊരു സന്ദർഭത്തിൽ പോത്താകാൻ ആയാൽ പ്രയോജനമുണ്ടോ, ഇതാ ഞാൻ പോത്താകാൻ തയ്യാറാണ്. അത് ഒരു വലിയ നേട്ടമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇതോടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഏകദേശമൊക്കെ അറിയാം. സന്ദർഭം അനുസരിച്ച് രൂപവും ആകൃതിയും സ്വഭാവവും മാറ്റുന്ന ഒരു വ്യക്തിയെ ലോകത്തൊരു പട്ടി പോലും വിശ്വസിക്കത്തില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു വ്യക്തിയുടെ വിശ്വസനീയത എവിടെയാണ് അടിസ്ഥാനം വിട്ട് നിൽക്കുന്നത്? അതിന്റെ ആധാരം എന്താണ്? ആ വ്യക്തി ഏത് സാഹചര്യത്തിലും തൻ്റെ വ്യക്തിത്വത്തിന്റെ തനിമ നഷ്ടപ്പെടുത്താതെ സത്യസന്ധമായ നിലപാടെടുക്കും. ഓന്തിനെ പോലെ നിറം മാറുന്ന ഒരു വ്യക്തിയെ ലോകത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഭ്രാന്തന്മാര് പോലും വിശ്വസിക്കത്തില്ല എന്നതാണ് സത്യം. അത് ഈ നഴ്സറിയിൽ പഠിക്കുന്ന പിള്ളേർക്ക് പോലും അറിയാമെന്നിരിക്കെ നമ്മുടെ ഈ കൊനഷ്ടൻ മാപ്ര പറയുന്നത് എന്താണ്? സുമുഖനായ മോദി തന്റെ മുഖ സൗന്ദര്യം അമ്പാടെ മറച്ചു വെച്ചിട്ട് ഇതാ തന്റെ മുഖം ഒരു പാറ്റയെ പോലെ ആക്കി ജന്തർ മന്ദറിൽ കൂടിയിരിക്കുന്ന പാറ്റകളോട് സംവാദിക്കുന്നതിന് വേണ്ടി രാത്രി 11:58 ഇതാ ഒരു ഇൻസ്റ്റഗ്രാം ചെയ്തിരിക്കുന്നു. അത് ഈ ഭാരതത്തിലെ യുവതിയുവാക്കന്മാരോട് ഭാരതത്തിന്റെ പ്രൈം മിനിസ്റ്റർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കരുണയും ഔദാര്യവും സംഭാവനയുമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ നിലവാരം. ഇത് ഞാൻ തള്ളിക്കളയണമെന്ന് ഞാൻ ഈയുടെ വീഡിയോ ഒന്നും കാണാറില്ല. മോന്ത കാണുമ്പോൾ ഞാനത് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇരുന്ന് കേരളത്തിന്റെ ബുദ്ധി നശിപ്പിക്കുന്ന ഈ മാധ്യമ പെരിഞ്ചാഴികൾ, അവരെ നിങ്ങൾ തിരിച്ചറിയണം. പിന്നെ അദ്ദേഹം പറയുന്നത്, അങ്ങനെ ഒരു വീഡിയോ ഇട്ടു, 30 കോടി ആളുകൾ കണ്ടു, എൻ്റെ പ്രിയപ്പെട്ട മാപ്ര അതുകൊണ്ട് എന്ത് പറ്റി, എന്ത് നേടി? അങ്ങനെ ഒരു വീഡിയോ ഇട്ടു, ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ടു. ഇപ്പോഴത്തെ യുവതിയുവാക്കന്മാർ ഇൻസ്റ്റാഗ്രാം വിപ്ലവകാരികളാണ്. അതുകൊണ്ട് അവരുടെ ആയുധമെടുത്ത് ഞാൻ അവർക്കെതിരെ പണിയും. അങ്ങനെ പണിതിട്ട് എന്തായി? ഈ വീഡിയോ വെളിയിൽ വന്ന ശേഷം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരായ യുവതിയുവാക്കന്മാരെ പലരെയും മുഖ്യധാരാ മാധ്യമത്തിലെ മാധ്യമ പ്രവർത്തകർ ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാൻ കണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ടുഡേ. അവരോടൊക്കെ ചോദിച്ച ചോദ്യം, പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം സെൽഫി വീഡിയോ ഇട്ടു, നിങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ
വിശ്വസിക്കുന്നുവോ? നിങ്ങൾ അദ്ദേഹത്തിന്റെ വീഡിയോയുടെ ഇഫക്റ്റ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും, കേട്ടവരെല്ലാം ചിരിക്കുകയും അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മോദിയെ അല്പം പോലും വിശ്വാസമില്ല, ഒരു വിധത്തിലും ഞങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിക്കുകയില്ല എന്നാണ് അവർ പറഞ്ഞത്. അതാണ് യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം എവിടെ കിടക്കുന്നു? നമ്മുടെ മാപ്ര കുളത്തിന് എവിടെ കിടക്കുന്നു? നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു സാഹചര്യത്തിൽ യുവതി യുവാക്കന്മാരെ ഇത്രമാത്രം അധിക്ഷേപിക്കാനുള്ള വഴിയൊരുക്കി അവരെ ഇപ്രകാരം പാറ്റായ്ക്ക് തുല്യമാക്കിയത് ആരാണ്? ഈ രാജ്യത്തെ ഭരിക്കുന്ന ആളുകളല്ലേ. വിദ്യാഭ്യാസം ലഭിച്ചിട്ടും ജോലി കിട്ടാതെ അലഞ്ഞുതിരിഞ്ഞടക്കുന്ന യുവതി യുവാക്കന്മാർ പാറ്റകളാണ് എന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. അങ്ങനെ പറയാനുള്ള സാഹചര്യം സൃഷ്ടിച്ചതാരാണ്? യുവതി യുവാക്കന്മാരാണോ? അതോ നാട് ഭരിക്കുന്നവരാണോ? ഈ നാട് ഡെവലപ്പ് ചെയ്ത് ചൈനയുടെ കൂടെ കൊണ്ടിരുത്തുമെന്ന് പറഞ്ഞ ആളുകളാണോ? അതോ എത്ര അധ്വാനിച്ചിട്ടും പഠിച്ചിട്ടും കഴിവ് തെളിയിച്ചിട്ടും അരനേരത്തെ ആഹാരം സമ്പാദിക്കാൻ വഴിയില്ലാതെ ശ്വാസം മുട്ടി ആത്മഹത്യയുടെ വഴിയിൽ വന്നു നിൽക്കുന്ന യുവതി യുവാക്കന്മാരാണോ ഇതിന് ഉത്തരവാദികൾ? അവരെ ആ അരിഷ്ടതാവസ്ഥയിൽ, നിസ്സഹായതയിൽ വലിച്ചിഴച്ചുകൊണ്ട് വെക്കുകയും അതിൻ്റെ പുറത്ത് അവരെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുക. അവർ പാറ്റകളാണെന്ന് പറയുക. അതിനുശേഷം ഞാനും ഒരു പാറ്റയാണേ എന്ന് നിങ്ങൾ ധരിക്കണം, ഞാനിതാ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ മോന്ത ഇങ്ങനെ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഈ രാജ്യത്തിലെ യുവതി യുവാക്കന്മാരുടെ ഹൃദയവും മനസ്സും കവർന്നെടുക്കാം എന്ന് ചിന്തിക്കാൻ ഇപ്രകാരമുള്ള ഒരു മാപ്ര കൊജ്ഞാനനല്ലാതെ വേറെ ആർക്കും കഴിയുകയില്ല. ഇങ്ങനെ ഇന്ത്യയിൽ വേറെ ആരും പറഞ്ഞില്ല. ഞാൻ ഈ സംഭവത്തോട് സംബന്ധിച്ച് മാധ്യമങ്ങൾ അരിച്ചുപിഴുക്കി നോക്കുന്ന വ്യക്തിയാണ്. ഇപ്രകാരമുള്ള ഒരു മൊണ്ണത്തരം പുലഭ്യം പറയാൻ ഈ മനുഷ്യനല്ലാതെ ഈ ഭാരതത്തിൽ വേറെ ആരും ഇല്ല എന്നതാണ്. ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നരേന്ദ്രമോദി സാമാന്യം നല്ല വിധത്തിൽ ഈ രാജ്യം ഭരിച്ചേനെ. അങ്ങനെ വരാതിരിക്കത്തക്കവണ്ണം അദ്ദേഹത്തിന്റെ ബുദ്ധി മന്ദീഭവിച്ചു പോകത്തക്കവണ്ണം അദ്ദേഹത്തിലുള്ള യാഥാർത്ഥ്യ ബോധങ്ങളെ 100% ഇല്ലാതാക്കാൻ ഇങ്ങനെയുള്ള കുരങ്ങന്മാരാണ് സഹായിക്കുന്നത്. ഒരു ഭരണാധികാരിക്ക് ഏറ്റവും പ്രാഥമികമായി ഉണ്ടാകേണ്ട യാഥാർത്ഥ്യ ബോധമാണ്. കസേരയിലിരിക്കുന്നവന്റെ യാഥാർത്ഥ്യ ബോധത്തെ കെടുത്തുന്നത് ആരാണ്? അവന്റെ ചുറ്റും നിന്ന് അല്ലെങ്കിൽ ദൂരെ മാറി നിന്ന് ഇല്ലാത്ത കാര്യമുണ്ടാക്കി സ്തുതിപാഠകരായി നിൽക്കുന്ന ആളുകളാണ്. കസേരയിലിരിക്കുന്നവൻ ഒരു കാലത്തും യാഥാർത്ഥ്യബോധം ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം അവനെ സ്തുതിച്ച് അവനെ നശിപ്പിക്കുന്നു. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഭരണം നടത്തുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ, അദ്ദേഹത്തെ വിലമതിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ വ്യക്തിയോട് ചെയ്യാവുന്ന ഏക നീതി സത്യം അറിയിക്കുക എന്നുള്ളതാണ്. ഇത് മനോഹരമായി ആവിഷ്കരിക്കുന്ന ഷേക്സ്പിയറിന്റെ ഒരു നാടകമാണ് കിങ് ലിയർ എന്നുള്ളത്. കിങ് ലിയറിനും മോദിക്ക് പറ്റിയ അപകടം പറ്റി. അദ്ദേഹം രാജാവായി വാഴുമ്പോൾ അദ്ദേഹത്തിന്റെ ചുറ്റും സ്തുതിപാഠകരായിരുന്നു. തൽഫലമായി തൻ്റെ രാജ്യത്ത് എന്താണ്, ജനങ്ങളുടെ അവസ്ഥ എന്താണ്, അവരുടെ കഷ്ടപ്പാടും ദുരിതവും എന്താണെന്ന് ഒരിക്കലും അറിയുവാൻ രാജാവിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് നീതി പാലിക്കുന്നതിൽ രാജാവ് പരാജയപ്പെട്ടു. അവസാനം കസേരയൊക്കെ തെറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മൊത്തത്തിലായപ്പോൾ അദ്ദേഹം പറയുന്ന അവിസ്മരണീയമായ വാക്കുകളുണ്ട്. എന്താണ് പറയുന്നത്? ഓ, ഐ ഡിഡ് നോട്ട് നോ ദിസ്. Thou who bide the pitiless pelting of the storm, whose ragged windowness cannot protect you from seasons such as this. Oh, I did not know. I took little care of this. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ വല്ലതും ചെയ്തേനെ. ഞാൻ അജ്ഞനായിപ്പോയി. കാരണം എന്താണ്? യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെ ദൂരെയാണ് ഞാൻ വസിച്ചത്. കാരണം എന്താണ്? എനിക്ക് ചുറ്റും ഇങ്ങനെയുള്ള മനസാക്ഷിയില്ലാത്ത തൊലിക്കെട്ടി മാത്രം കൈമുതലായിട്ടുള്ള ചില ജീവികൾ
പരാന്ന ജീവികൾ എൻ്റെ കണ്ണടച്ച് കളഞ്ഞു. ഓ, ഐ ഹാഡ് ടേക്കൺ ലിറ്റിൽ കെയർ ഓഫ് ദിസ്. എനിക്ക് അറിയാൻ വയ്യായിരുന്നു എന്ന് അദ്ദേഹം പറയും. ഇത് തന്നെ ആവർത്തിക്കുകയാണ്. ഇത് തന്നെ പണ്ടൊക്കെ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് വല്ലപ്പോഴും ഒക്കെ നന്മയോട് അല്പമൊക്കെ താല്പര്യമുള്ള രാജാക്കന്മാർ അവരെ വേഷം മാറി രാജാവാണ് എന്നല്ല ജനം തിരിച്ചറിയാതെ അവർ ജനങ്ങളെ സന്ദർശിക്കുകയും ഭവനങ്ങൾ സന്ദർശിക്കുകയും യഥാർത്ഥത്തിൽ ജനം ആയിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയുവാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോഴോ ജനം എങ്ങനെയാണെന്ന് അറിയുകയേ വേണ്ട. എൻ്റെ കാര്യം ജനം പറഞ്ഞ മൻ കി ബാത്ത്, ഈ മൻ കി ബാത്ത് എൻ്റെ മനസ്സിൻ്റെ കാര്യം നിങ്ങൾ അറിയണം. അത് ജനങ്ങളുടെ കാര്യം കൂടെ അറിഞ്ഞ് അവതരിപ്പിച്ചില്ലെങ്കിൽ മൻ കി ബാത്ത് മൻ കി ബാത്ത് ആകും എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ രാജ്യത്തെ യുവതി യുവാക്കന്മാർ അത്രമാത്രം ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിലല്ലായിരുന്നുവെങ്കിൽ നാം ഇപ്പോൾ കണ്ട ഈ ഒരു സംഭവം നടക്കുമായിരുന്നില്ല. ഏതായാലും ജനാധിപത്യം ഇന്നും മരിച്ചിട്ടില്ല എന്ന ഒരു നേരിയ ആശ്വാസം ഈ സംഭവത്തിലുണ്ട്. ഞാൻ ഇതിൽ കൂടെ നരേന്ദ്രമോദിയുടെ കസേര ആരെങ്കിലും ഇളക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആര് നാട് ഭരിച്ചാലും എനിക്ക് തുല്യമാണ്. എന്നാൽ അതേസമയം തന്നെ നാട് ഭരിക്കുക എന്ന ആശയത്തെ കസേരയിലിരിക്കുന്ന ആളുകൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യം തന്നെയാണ്. അത് ഈ രാജ്യത്തെ എല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കാതിരിക്കത്തക്കവണ്ണമാണ് മതത്തെ മനുഷ്യരുടെ മനസ്സിൽ സ്ഥാപിക്കുകയും വർഗീയത കൊണ്ട് മനുഷ്യന്റെ ചിന്ത സത്യസന്ധമായി ചിന്തിക്കാനുള്ള കഴിവ് അവനൊന്ന് അപഹരിച്ചെടുക്കുകയും ചെയ്തിട്ട് അവസാനമില്ലാതെ രാജ്യം ഭരിക്കാമെന്ന് വിശ്വസിക്കുന്നത് എന്ന ഒരു പ്രസ്താവ്യമായ ദൂത് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് ഈ സംഭവത്തിലുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുകയും ഇങ്ങനെയുള്ള മാപ്രകളുടെ സ്വാധീനത്തിൽ നിന്ന് ദൈവമേ ഈ രാജ്യത്തെ ഭരിക്കുന്നവരെ സംരക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, പ്രിയപ്പെട്ട ഷാജൻസ്ക്കറിയാം, എൻ്റെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ മുഖം പാറ്റയുടെ മുഖമല്ല. അദ്ദേഹം ആ വീഡിയോയിൽ പോലും ഒറ്റ നോട്ടത്തിൽ പാറ്റയാണെന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല. നിനക്ക് സാധിക്കും, അത് ഞങ്ങൾക്ക് സാധ്യമല്ല. അദ്ദേഹം പാറ്റയല്ല, അദ്ദേഹം ബാറ്റയുമല്ല. അദ്ദേഹം ഒരു മനുഷ്യനാണ്. മനുഷ്യത്വം പ്രകടിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഭരണ സംസ്കാരം ആവിഷ്കരിക്കുന്നതിൽ അദ്ദേഹം വിജയിക്കട്ടെ എന്ന ആശംസ എന്താ പറയുന്നത് നൽകിക്കൊണ്ട് നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.